Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സർ ആദ്യം തന്നെ നമുക്ക് യു എസ് മാർക്കറ്റിലോട്ടൊന്ന് പോകാം. യു എസ് മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ആ ഒരു മികച്ച മുന്നേറ്റമാണ് ഇന്നലെ യു എസിൻ്റെ പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് 2.6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി. S&P 500ലും 2.5% ഒരു നേട്ടം. നാസ്ഡാക്കിൽ 2.71% ഒരു മികച്ച മുന്നേറ്റവുമാണ് നമുക്ക് ഇന്നലത്തെ ഒരു യു എസ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ പല ഓഹരികളും ടെസ്ല ഓഹരികളൊക്കെ ഇന്നലെ 4.6% ഒരു ഉയർച്ച രേഖപ്പെടുത്തി. എൻ ഡി വിയുടെ ഓഹരിയൊക്കെ 2% ഒരു നേട്ടവുമാണ് രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ ഇന്നലെ ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അമേരിക്കൻ വിപണിയിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇന്നലത്തെ ഇതേ ഫോറത്തിൽ സംസാരിച്ചിരുന്നു ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ടെന്ന്. സോ ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ആൻഡ് അമേരിക്കയിലുള്ള ടോപ്പ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി വരും സെഷൻസിൽ 37,700 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു സി എ ട്രെൻഡ് റിവേഴ്സൽ. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 17,500 പോയിന്റ് ആയിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കൻ വിപണിയിൽ ഇനി നമ്മളിപ്പോൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു പോസിറ്റീവായ ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡ് 0.5% ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലും 0.46% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബ്രെൻഡ് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാണുന്നത്. ബട്ട് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ മറക്കാൻ പാടില്ലാത്ത ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ട്രേഡിംഗ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $70 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $74 ലെവലിൽ കാണുന്നത്. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡിൽ ഇപ്പോഴൊരു പോസിറ്റീവായൊരു ട്രേഡിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 0.83% ഒരു നേട്ടം നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മളെ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് സ്വർണത്തിന്റെ കേസിൽ ഒരു റെക്കോർഡ് മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് ഇന്നലെ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് $3,506 ലെവലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഈ ഒരു ലെവലിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു വീക്ക്നെസ് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,310 ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇന്നലെ ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് നമുക്ക് ഇന്നലെ നിഫ്റ്റി 50യിൽ തന്നെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു 0.1%ഒക്കെ ഒരു നേരിയ നേട്ടം മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ തന്നെ ആ ഒരു 24,000 എന്നുള്ള ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്യാൻ ഇന്നലെ മാർക്കറ്റിന് സാധിച്ചിരുന്നു. 24,167 എന്നൊരു ലെവലിലായിരുന്നു ഇന്നലെ നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ April 7 ശേഷം തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് പോലും നടക്കാത്തൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ നമ്മൾ നിഫ്റ്റി 50യുടെ ഹയസ്റ്റ് ലെവല് നോക്കുമ്പോഴേക്കും 24,242 കാണുന്നത്. ഈ ഒരു ലെവൽ ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിഫ്റ്റി 50യിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 23,600 അതിനുശേഷം 23,400 ആയിരിക്കും. സർ, അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഒരു തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിനെ ഇത് എത്തരത്തിലായിരിക്കും ബാധിക്കാനൊരു സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അത് ബാധിക്കുമോ? കാരണം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായ ഒരു പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാർത്തയെ തുടർന്ന് മാർക്കറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? വിഷ്ണു, വെരി വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഈ ഒരു വാർത്തയെക്കുറിച്ച് വായിക്കുമ്പോൾ നാച്ചുറലി
ഐ എം ഷുവർ ദാറ്റ് എല്ലാ ഇന്ത്യൻ സിറ്റിസന്റെയും ചോര തിളയ്ക്കുന്ന ഒരു വാർത്തയായിരുന്നു നമുക്ക് കേൾക്കാൻ ഇടയായത്. ബട്ട് ആസ് ഫാർ എസ് ദ മാർക്കറ്റ് ഇസ് കൺസേൺഡ് എനിക്ക് തോന്നുന്നില്ല ഇത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന്. നാച്ചുറലി ഈ ഒരു ഇൻസിഡന്റ് അല്ലാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി 50 ഹാസ് കം ടു എ വെരി വെരി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നിഫ്റ്റി 50യിലും അതുപോലെ തന്നെ ഒത്തിരി നേട്ടം കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിലും നൽകിയിരിക്കുന്ന സ്റ്റോക്സിലും ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, ആദ്യമായിട്ടൊരു സ്റ്റോക്കിൽ ഫോക്കസ് ആയിട്ട് ചോദിക്കാനുള്ളത് ഭാരതി എയർടെലിനെ സംബന്ധിച്ചാണ്. എയർടെലിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ ട്രേഡിൽ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് 1.6% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയത്. 1852 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു സെപ്റ്റംബറിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ രീതിയിലായിരുന്നു ഒരു മന്ത്ലി നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞൊരു മാസം 10% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മാസം നോക്കുമ്പോഴും ഒരു 6% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് എയർടെൽ ഇപ്പോൾ നിൽക്കുന്നത്. എയർടെലിനെ സംബന്ധിച്ച് നമുക്കൊരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് ഭാരതി എയർടെലിനെ പറ്റി ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് ഗുജറാത്ത്, മുംബൈ, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്പെക്ട്രം ഉപയോഗിക്കാനുള്ള അവകാശം അദാനി ഡാറ്റ നെറ്റ്വർക്കിൽ നിന്ന് കമ്പനി സ്വന്തമാക്കി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസും ലഭ്യമായിട്ടുണ്ട്. ഭാരതി എയർടെൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മളെ ഭാരതി എയർടെലിന്റെ സ്റ്റോക്ക് കുറച്ച് ലോങ് ടേമിലോട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന നിഫ്റ്റി 50യിലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഭാരതി എയർടെലിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു. സോ നിഫ്റ്റി 50 അപേക്ഷിച്ച് കഴിഞ്ഞ 5-6 മാസത്തിനിടെ ഭാരതി എയർടെലിൽ നമുക്കൊരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും മാർച്ചിന് ശേഷമുള്ള ആ ഒരു വലിയ മുന്നേറ്റത്തിൽ ഭാരതി എയർടെൽ കാര്യമായിട്ട് പങ്കെടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന് ഇടയ്ക്കായിരുന്നു വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഭാരതി എയർടെൽ കിട്ടിയത്. ഭാരതി എയർടെലിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. നാച്ചുറലി ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഭാരതി എയർടെലിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ 1780 അതിനുശേഷം 1750. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി ചോദിക്കാനുള്ളൊരു സ്റ്റോക്ക് അശോക ബിൽക്കോൺ ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബറിലായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത്. ആ ഒരു മാസം 24% ഒരു നേട്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക്. അതേ തുടർന്നുള്ള പിന്നീടുള്ള മാസങ്ങളിൽ, അതായത് ജനുവരിയിൽ ഒരു 17% ഇടിവും ഫെബ്രുവരിയിൽ 33% ഒരു ഇടിവും രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞൊരു മാസം നേരിയ ഒരു 10% ഒരു റിക്കവറി ഈ ഒരു സ്റ്റോക്കിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്കിപ്പോൾ ഉള്ളത് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 568 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു കരാറ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ലഭ്യമാണ്. അശോക ബിൽക്കോണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അശോക ബിൽക്കോൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഓവറോൾ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ബുള്ളിഷ്നെസ് കാണുന്ന സമയത്ത് സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ നാച്ചുറലി അതിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റും നമുക്ക് കാണാൻ സാധിക്കും. സോ അശോക ബിൽക്കോണിന്റെ കേസിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവൂ. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 212 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 240 രൂപയിലാണ് കാണുന്നത്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വരുൺ ബിവറേജസ് ലിമിറ്റഡ് ആണ്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.4% ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് 549 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ 23% ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ന്യൂസ് ഉള്ളത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുതിയൊരു ഉൽപ്പാദന കേന്ദ്രം കമ്പനി അല്ലെങ്കിൽ വാണിജ്യം ഉൽപ്പാദനം യൂണിറ്റ് കമ്പനി ആരംഭിച്ചു എന്ന തരത്തിലുള്ള ഒരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ വരുൺ ബിവറേജസിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത് 585 രൂപയിലെ നിലവിലുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നത് കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് വരുൺ ബിവറേജസിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റ് 2 FMCG സ്റ്റോക്സിന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത്, ആദ്യത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ.
സോ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇന്നലെ വീണ്ടും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. 2410 ഇസ് ദ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് ഇന്ന് മുന്നേറിയാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5530 കാണുന്നത്. അതിനോട് പറയാനുള്ളത് ഇറ്റ് ഇസ് കോൾഗേറ്റ് പാമല്. കോൾഗേറ്റിലെ ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. അടുത്ത മേജർ റെസിസ്റ്റൻസ് 2700. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2900 മുതൽ 3100 വരെ ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അംബുജ സിമൻസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ മാസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു ഡൗൺ സൈഡിലോട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ട് കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു 15% ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 577 എന്നൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് എൻഡ് ചെയ്തത്. എന്നാലും സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് ഉള്ളത് ഓറിയൻ സിമൻസിലെ 46% ഓഹരികൾ കമ്പനി ഏറ്റെടുക്കുന്ന ആ ഒരു പ്രക്രിയ പൂർത്തിയായി എന്നൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. അംബുജ സിമൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന്. എസ്പെഷ്യലി ആൻഡ് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു മാസം 6 ആഴ്ചക്കിടെ ഒത്തിരി നേട്ടം തന്നിരിക്കുന്ന എല്ലാ സ്റ്റോക്സിലും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ അംബുജ സിമൻസിന്റെ കേസിലും ഇന്നലെ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ട്രേഡ് മാനേജ് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ട്രിഡൻ്റ് ആണ്. ട്രിഡൻ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഏകദേശം 6.8% ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 29 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 56% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലാണ്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Trident is a small cap stock, but ഇന്നലത്തെ ആ ശക്തമായ ഒരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നുണ്ട്. അടുത്ത മേജർ റെസിസ്റ്റൻസിൽ കാണുന്നത് 34 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് നിപ്പോൺ ഇന്ത്യ ആണ്. നിപ്പോൺ ഇന്ത്യയെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ഒരു ഡാറ്റ എനിക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് മറ്റ് ഒരു സ്റ്റോക്കിലോട്ട് പോകാം. ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് CDSL ആണ്. CDSL നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു CDCLൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 0.5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഡിസംബറിലാണ്. അതിനുശേഷം പിന്നീട് തുടരെ 2 മാസങ്ങളിൽ ഒരു ഫാൾ രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസം നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1370 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1430. 1430 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഇനി ഒരു ടെക്നോളജി സ്റ്റോക്കിനെ പറ്റിയാണ് അറിയേണ്ടത്. HCL ടെക്കിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ ഒരു 0.14% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 26% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലാണ്. ഏതായാലും HCL ടെക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത് IT സേവന കമ്പനിയായ ഒരു സ്റ്റോക്ക് 4ാം പാദത്തിൽ, അതായത് ഇന്നലെ Q4 വന്നപ്പോൾ 4307 കോടി രൂപയുടെ ഒരു അറ്റാദായം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HCL ടെക്നോളജിയുടെ കേസിൽ ഇൻഫോസിസ് സ്റ്റോക്സിനെ ഒക്കെ പോലെ തന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. എങ്കിലും IT ഇൻഡെക്സിലും നിഫ്റ്റി 50 ഇൻഫോസിസ് TCS മുതലായ സ്റ്റോക്സിലൊക്കെ കാണുന്നത് പോലെ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഓവർ സോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1640 രൂപയിലായിരിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് FCS സോഫ്റ്റ്വെയർസ് ആണ്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയത്. നിലവിൽ 2 രൂപ എന്നുള്ള ഒരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? So FCS is a penny stock.
ആൻഡ് ഇതിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് വോളിയം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്റ്റോക്സ് നമ്മൾ പൂർണ്ണമായിട്ടും ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഇതിലൊക്കെ മാനിപ്പുലേഷൻ നടക്കാൻ ഒത്തിരി സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ പറ്റി സ്വിഗ്ഗിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്വിഗ്ഗി ട്രേഡ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയിൽ പറ്റി നമുക്ക് നോക്കുമ്പോൾ ഒരു മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ ഒരു അതായത് ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സ്വിഗ്ഗി ലിസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. സോ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 610 രൂപയ്ക്ക് അടുത്ത് ഒരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു 70% ഡൗൺ സൈഡാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗിയുടെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ട് കാണുന്നത് എക്സലന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരുങ്ങാൻ സാധിക്കും. ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 380 രൂപയിലാണ് കാണുന്നത്. 380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത്, സാർ ഇന്നലെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് വേറൊരു സ്റ്റോക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരു മെൻഷൻ ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അതായത് ഒരു ഫ്ലാറ്റ് നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 28% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ നേരത്തെ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉജ്ജീവന്റെ കേസിലും മാർച്ചിന് ശേഷം വലിയൊരു നേട്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇന്നലെ വീണ്ടും നമുക്ക് ഉജ്ജീവന്റെ കേസിലും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 45 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. സോ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 39 മുതൽ 41 രൂപ ഇതായിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ലെവൽ. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ABB ഇന്ത്യയാണ്. നമ്മൾ ABB ഇന്ത്യയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 1% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തി 5682 എന്നുള്ള ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂണിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു 37% ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞൊരു മാസം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് 12% ഒരു നേട്ടം രേഖപ്പെടുത്തി ഒരു ചെറിയൊരു കറക്ഷൻ രേഖപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ABBയുടെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്കൊരു ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ആൻഡ് ABBയുടെ കേസിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 5720 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 6800 രൂപയിലാണ് കാണുന്നത്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഒരു മികച്ച മുന്നേറ്റം സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. അതായത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു ജൂലൈക്ക് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് കഴിഞ്ഞ മാസം ഏകദേശം 35% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാലിന്റെ കേസിലും ഞാനൊരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ എനിക്കുണ്ട്. ആൻഡ് ഹാലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 4500 രൂപ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 4000 രൂപയുടെ സപ്പോർട്ടും ശ്രദ്ധിച്ചിരിക്കണം. അവസാനമായി ഒരു സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. NHPCയെ പറ്റി കൂടിയാണ് അറിയേണ്ടത്. NHPC നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത് 2.5% ഒരു നേട്ടമായിരുന്നു. NHPCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, NHPCയുടെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് അതിന്റെ IPO ദിവസങ്ങൾ മുതൽ എനിക്കൊരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ NHPCയുടെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ 2 ദിവസത്തെ നേട്ടത്തിനെ തുടർന്ന് ഇറ്റ് ഹസ് ടേൺഡ് ബുള്ളിഷ്.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു സ്റ്റോക്കിനോടൊപ്പം എനിക്ക് എടുത്തു ചേർക്കാനുള്ളത് ഇറ്റ് ഇസ് SJVN. സാധാരണ നമ്മൾ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് SJVN ആൻഡ് NHPC ഒന്നിച്ച ഒരു മൂവ്മെന്റാണ് നമുക്ക് കാണുന്നത്. ബട്ട് NHPCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെങ്കിലും SJVNന്റെ കേസിൽ ഷോർട്ട് ടേം മാത്രമേ ബുള്ളിഷായി മാറിയിട്ടുള്ളൂ. സോ ഈ ഒരു സ്റ്റോക്കും കൂടെ ഫോക്കസിലോട്ട് കൊണ്ടുവരിക. SJVNന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് 107 അതിനുശേഷം 115. അപ്ഡേറ്റ്സും അനാലിസും നമുക്കായി ഷെയർ ചെയ്തതിന് ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം.